ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഇരാറ്റുപേട്ട പൂഞ്ഞാർ കല്ലേക്കുളം ഒരു അരുവിയുണ്ട്. അരുവിയല്ല, കല്ലേക്കുളം ഒരു വണ്ടി കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അവിടെ ഒത്തിരി പേര് വന്ന് കുളിക്കുന്നുണ്ട്, പിള്ളേർ സെറ്റൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടുന്നൊക്കെ പാലായിൽ നിന്നും ഇരാറ്റുപേട്ടയിൽ നിന്നും അങ്ങ് സൈഡിൽ നിന്നൊക്കെ വരുന്ന പിള്ളേരുകളാണ്. നല്ല രസമാണ്. ഇവിടെ കുളിക്കാൻ നല്ല സൗകര്യമാണ്. തുണി അലക്കാൻ, കുളിക്കാൻ നല്ല വെള്ളച്ചാട്ടം പോലെയാണ്. നല്ല സൗകര്യമുണ്ട് ഇവിടെ കുളിക്കാനും അലക്കാനും ഒക്കെ. അത് പേട്ടയിൽ നിന്ന് കൂടി വന്നൊരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ദൂരത്തിൽ കൂടുതലില്ല കേട്ടോ. ഇരാറ്റുപേട്ടയിൽ നിന്ന് നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. ഞങ്ങളതുപോലെ തന്നെ കുളിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുളിക്കാനും തുണി അലക്കാനും എല്ലാം നല്ല സൗകര്യമുള്ള ഒരു കടവായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. സമയം കിട്ടുമ്പോഴത്തേക്കും കുറേ പേര് കൂട്ടി ഇവിടെ വരുവാണെങ്കിൽ ഒരു 6-7 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നല്ല വെള്ളച്ചാട്ടത്തിലൂടെ കുളിച്ചിട്ട് ഇങ്ങനെ പോകാം. അവിടെയൊക്കെ ഒത്തിരി തുണി അലക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പയ്യൻ കുളിച്ച് കയറി പോകാൻ തോന്നുന്നു. വെള്ളത്തിൽ ചാടുന്ന നോക്കണം, എടുത്ത് ചാടുന്ന നോക്കണം. കിടക്കാൻ കയറി തോന്നുന്നു. അങ്ങനെ ചാട്ടക്കാനായിരുന്നു. ഇങ്ങനെ തലയും കുത്തിയൊക്കെ ചാടുമായിരുന്നു വെള്ളത്തിലേക്ക്. പയ്യൻ ചാടാൻ പോകാൻ തോന്നുന്നു. മുകളിൽ കയറി വരുന്നുണ്ട്. നോക്കാം കേട്ടോ. പയ്യൻ ചാടുന്ന നോക്കാതെ നല്ല രസമാണ് ഇവിടെ ചാടി കുളിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നേരെ ഇരാറ്റുപേട്ടയിൽ നിന്ന് പൂഞ്ഞാർ റൂട്ട് വരിക. പൂഞ്ഞാറിൽ നിന്ന് പെരിങ്ങൽ റൂട്ടിലേക്ക് 1 കിലോമീറ്റർ കഷ്ടി പോയാൽ മതി. ആ ബീവറേജ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കടവ് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ നേരെ ഇരാറ്റുപേട്ടയ്ക്ക് വരിക. ഇരാറ്റുപേട്ടയിൽ നിന്ന് പൂഞ്ഞാർ വരിക. പൂഞ്ഞാറിൽ നിന്ന് പെരിങ്ങൽ റൂട്ടിലേക്ക് 1 കിലോമീറ്റർ ബീവറേജ് കഴിഞ്ഞിട്ട് കയറ്റം കയറുമ്പോഴത്തേക്കും വലത് സൈഡിലാണ് ഈ കടവ് കേട്ടോ. ഓക്കെ, താങ്ക് യു.